സുഹൃത്തുക്കളെ, സോളാർ എനർജിയുടെ ഉപയോഗങ്ങളെപ്പറ്റിയുള്ള ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലവർഷം 2021 ആയപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയിലും വളരെ പുരോഗതികൾ വന്നിരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും മണ്ണിനെയും ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രകൃതി ദുരിതമായ കാറ്റിൻ്റെയും മഴയുടെയും അടിക്കടിയുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തിൽ നിന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കുവാനും അമിതമായ ഇലക്ട്രിസിറ്റി ബിൽസ് കുറയ്ക്കുന്നതിനും സോളാർ എനർജിയിലേക്ക് മാറുക തന്നെയാണ് ഒരേ ഒരു മാർഗം. ഈ വീഡിയോയിൽ സോളാർ എനർജി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്നതാണ്. നേരത്തെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സാഹചര്യം മാറി സോളാർ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ വരദാനത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതശൈലികൾ മൊത്തമായി മാറ്റുവാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനവും മാർക്കറ്റിംഗുമായി മുരിക്കൻസ് ഗ്രൂപ്പ് 1990 മുതൽ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ വീഡിയോയിൽ ഓരോ ഉൽപ്പന്നത്തിനും ഓരോ എപ്പിസോഡുകളായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണണമെന്ന് അപേക്ഷിക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഗുണകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ ഭാഗത്തിൽ പറയുന്നത് സോളാർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്. അതായത് ഓൺ ഗ്രിഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റിയാണ്. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എന്നാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഗ്രിഡ് ലൈനുമായി, അതായത് മെയിൻ ഇലക്ട്രിസിറ്റി ലൈനുമായി ഒരു ബന്ധവും വരുന്നില്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് പെർമിഷനും ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുവാൻ ആവശ്യമായി വരുന്നില്ല. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ മെയിനായി വരുന്നത് സോളാർ പാനൽ, ബാറ്ററി, സോളാർ ഇൻവെർട്ടർ എന്നതാണ്. സോളാർ പാനൽ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന DC പവറിനെ സോളാർ ഇൻവെർട്ടറിൻ്റെ സഹായത്താൽ AC പവറായി കൺവേർട്ട് ചെയ്തും നമുക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ വർക്ക് ചെയ്യിക്കുന്നതിനും എക്സസ്സായി വരുന്ന പവർ DC ആയി തന്നെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കറണ്ട് കാണും എന്നതാണ്. ഇലക്ട്രിസിറ്റിയുടെ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. സോളാർ പാനലിൻ്റെ ഉപയോഗം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും സോളാർ ഇൻവെർട്ടറിൻ്റെ ഉപയോഗം ലോഡിനെ സപ്പോർട്ട് ചെയ്യുകയും പാനലിനെയും ബാറ്ററിയും കൺട്രോൾ ചെയ്യുകയും എന്നുള്ളതാണ്. അതുപോലെ ബാറ്ററിയുടെ ഉപയോഗം ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ചെയ്യുക എന്നതുമാണ്. ഈ 3 ഘടകങ്ങളും ഒരുപോലെ പെർഫോമൻസ് ചെയ്യുകയും നല്ല നിലവാരമുണ്ടെങ്കിൽ മാത്രമേ ശരിയായ വിധം വർക്ക് ചെയ്യുകയും ലോങ് ലൈഫ് കിട്ടുകയുമുള്ളൂ. ഈ യൂണിറ്റ് നമ്മുടെ ആവശ്യാനുസരണവും ഓരോരുത്തരുടെയും ബഡ്ജറ്റിന് അനുയോജ്യമായി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ വീടിന് മൊത്തമായും സോളാർ പവറിലേക്ക് മാറ്റുവാൻ സാധിക്കും. അതിനായി ബാറ്ററിയും സോളാർ പാനലുകളും കൂടുതലുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ മൊത്തത്തിലുള്ള ലോഡ് എത്രയാണ് എന്ന് നോക്കി വേണം സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുവാൻ. ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എല്ലാ വീടുകളിലും ചെയ്യുന്നത് വളരെയധികം പ്രയോജനകരമാണ്. നല്ലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ ആസ്പദമാക്കി ഞങ്ങൾ ഇതിനു മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതും കൂടി കാണുവാണെങ്കിൽ ഓഫ് ഗ്രിഡിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിൽ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ കുറിച്ചായിരിക്കും. ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നാൽ എന്ത്, എങ്ങനെയാണ് നല്ലൊരു സിസ്റ്റം തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ ആസ്പദമാക്കി ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതും കൂടി കാണുകയാണെങ്കിൽ ഓൺ ഗ്രിഡിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും.